റോബിൻ, ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന ആ ഒരു അതിക്രമം, അവർക്ക് നേരെ മതപരിവർത്തനം ആരോപിക്കുന്നു, മനുഷ്യക്കടത്ത് ആരോപിക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. ആ ഒരു വിഷയം ഇന്ന് രാജ്യം ചർച്ച ചെയ്യുകയാണ്. പ്രത്യേകിച്ച് കേരളം ചർച്ച ചെയ്യുകയാണ്. കേരളത്തിലെ ഇടത് വലത് മുന്നണികളൊക്കെ വലിയ രീതിയിൽ ആ വിഷയം ഇങ്ങനെ ചർച്ചയാക്കുന്നു, ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. മാധ്യമങ്ങൾ വലിയൊരു അറ്റൻഷൻ അതിന് കൊടുക്കുന്നു. നമുക്കറിയാം, നമുക്ക് ആ സിസ്റ്റേഴ്സിൻ്റെ സേവനങ്ങൾ നമുക്ക് കൃത്യമായിട്ടും അറിയാം. നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ, പാവപ്പെട്ടവരുടെ ഇടയിൽ, അടിച്ചമർത്തപ്പെട്ടവരുടെ ഇടയിൽ അവർ സ്തുത്യർഹമായിട്ടുള്ള സേവനം ചെയ്യുന്ന സന്യസ്തരാണ്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഗവൺമെൻറ് സംവിധാനങ്ങൾ പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന, അല്ലെങ്കിൽ കടന്നു ചെല്ലാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള മേഖലകളിൽ പോലും നിസ്വാർത്ഥമായിട്ടുള്ള സേവനം ചെയ്യുന്ന, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് നോർത്ത് ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെയൊക്കെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന സന്യസ്തരും വൈദികരും. അവർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ സംഭവിക്കുന്നത്. പലപ്പോഴും തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു, തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത്തരം സംഘടനകൾക്ക് ഭരണകൂടങ്ങളുടെ മൗനാനുവാദം ലഭിക്കുന്നു എന്ന ആരോപണവും വലിയ രീതിയിൽ ശക്തമാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇതാണ് റോബിൻ, എൻ്റെ ഒരു ചിന്ത ഇതാണ്. നമുക്കറിയാം, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിലെ ആകമാനമുള്ള ക്രൈസ്തവ ജനസംഖ്യ, അതിൻ്റെ തോത് നോക്കുമ്പോൾ അത് വളരുകയാണോ കുറയുകയാണോ, ഏകദേശം ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. ഒരു പക്ഷേ അത് കുറഞ്ഞു വരുന്ന ഒരു പ്രതിഭാസവും വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഒരു 2-2.5% നിൽക്കുന്നു. ഈ 2.5% വരുന്ന ഈ ഒരു ജനവിഭാഗത്തെ ഈ തീവ്ര ഹിന്ദുത്വ ശക്തികൾ എന്തുകൊണ്ട് ഭയക്കുന്നു എന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം, ഈ പറയുന്ന സന്യസ്തരായിക്കോട്ടെ, വൈദികരായിക്കോട്ടെ, എന്താ പറയുക, പ്രണയക്കണിയിലൂടെ മതപരിവർത്തനം നടത്തുന്നില്ല, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി മതപരിവർത്തനം നടത്തുന്നില്ല, തോക്ക് ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീഷണികളൊക്കെ കാണിച്ച് മതപരിവർത്തനം നടത്തുന്നില്ല. അവർ സമൂഹത്തിൻ്റെ ഒരു പരിവർത്തനമാണ് നടത്തുന്നത്, സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നന്മ ചെയ്യുന്നത്. ഈ നന്മ ചെയ്യുന്നവരെ എന്തുകൊണ്ട് ഈ തീവ്ര ശക്തികൾ ഭയക്കുന്നു? എന്തായിരിക്കും അവരുടെ ഒരു ലക്ഷ്യം? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത ഇതാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ ആളുകൾക്ക് ആരോപണങ്ങൾ നടത്താൻ, ഇപ്പോൾ ക്രിസ്തു വിചാരണയ്ക്ക് നിന്നപ്പോൾ ക്രിസ്തുവിൻ്റെ നേരെ നോക്കി ആരോപണങ്ങൾ നടത്താൻ ഒരു ആരോപണം ഉണ്ടായിരുന്നില്ല എന്നുള്ള. ശരിക്കും ഈ മനുഷ്യക്കടത്തിൻ്റെ ആരോപണം വരുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത്, ഈ ശ്രീനിവാസൻ്റെയും മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ കള്ളക്കടത്ത് നടത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തെടുത്ത് വെച്ച് കടത്തും എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിസ്റ്റേഴ്സ് ഇതുങ്ങളെ എതിലെ കടത്തും എന്നാണ് ഇവർ പറയുന്നത്. അത് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാത്ത, മനുഷ്യക്കടത്ത് എന്ന് പറയുമ്പോൾ ഇവരെ ഇതിലെ കടത്താനാണ് ഇവരെ. മദർ തെരേസ ഈ നാട്ടിൽ വന്നു, എത്രയോ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ, അതും അനാഥരായ തെരുവിൽ വലിച്ചെറിഞ്ഞ കുഞ്ഞുങ്ങളെ അവിടെ പോയിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, ആ പിള്ളേർ കിടക്കുന്ന മൂക്കിക്കൂടെ വായിക്കൂടെ എല്ലാം ട്യൂബിട്ട പിള്ളേരാണ് അവിടെ കിടക്കുന്നത്, അവരെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ എതിരെ കൊണ്ടേ കടത്തുമെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ മനസാക്ഷിക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു സാംസ്കാരിക ചിന്തയെക്കുറിച്ച് പോലും നമുക്ക് സംശയം തോന്നുന്ന കാര്യമാണ്. പിന്നെ ഈ സിസ്റ്റേഴ്സ് ഈ മേഖലയിൽ പോയിട്ട് എന്തിനാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. കേരളത്തിൽ ഇവർക്ക് വർക്ക് ചെയ്തുകൂടെ? എന്തിനാണ് ഇവിടെ പോയി വർക്ക് ചെയ്യുന്നത്? നമുക്കറിയാം, ഈ നക്സൽ പ്രസ്ഥാനങ്ങൾ, ഈ മേഖല മുഴുവൻ നക്സൽ ബാധിത പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ എത്രയോ കാലമായി ഗവൺമെൻറ് കിടന്ന് തലയും കുത്തി മറിയുന്നു, എന്തോരം പൈസ മുടക്കുന്നു, എത്രത്തോളം വിഭവങ്ങൾ മുടക്കുന്നു. എന്താണ് ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? കുറേ എണ്ണത്തിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത്, അതിനപ്പുറം എന്താണ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ആ മേഖലകളിലാണ് ഈ തോക്കോ വടിയോ കുന്തവോ ഒന്നുമില്ലാതെ ഈ പാവപ്പെട്ട മിഷണറിമാരും അച്ഛന്മാരും അവിടെ പോയിട്ട് മിഷൻ പ്രവർത്തനം ചെയ്യുന്നത് എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? സ്കൂളുകൾ ഉണ്ടാക്കുക, അവിടെ ആശുപത്രികൾ പണിയുക, ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് നേഴ്സിങ്, അവർക്ക് മരുന്ന്. നമുക്കറിയാം, നമ്മുടെ പേഴ്സണൽ നമ്മുടെ സഹോദരിമാരാണ്, അവരെങ്ങനെയാണ് ഈ മരുന്നൊക്കെ അവിടെ എത്തിക്കുന്നത് നമുക്കറിയാം. ഈ മറ്റുള്ള സ്ഥലത്തു നിന്നെല്ലാം ഭിക്ഷ പോലെ കിട്ടുന്ന മരുന്നുകളടക്കം, തുണികളടക്കം, അങ്ങനെ സാധനങ്ങളാണ് ഇവർ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോയിട്ട് അവിടെയുള്ള മനുഷ്യന്മാർ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അതുപോലെ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ ഗവൺമെന്റിനോ ഇതുപോലെ ഇപ്പൊ ഈ ആരോപണം ഉന്നയിക്കുന്ന ഇതുങ്ങൾക്ക് പോലും അവിടെ കടന്നു ചെല്ലാൻ കഴിയല. പക്ഷെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അവിടെ പോകുന്നു, ജീവൻ പണയം വെച്ചാണ് പോകുന്നത്. അങ്ങനെ ഒരു വശമുണ്ട്. ഇനി പലരും പറയുന്നു ഇന്ത്യയിൽ ഇവിടെ പോയിട്ട് കൺവേർഷൻ നടത്താനാണ് പോകുന്നത്. ഞാൻ ഒരു നിസ്സാര കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 1930കളിൽ ഈ ഗ്രേറ്റ് ഫൈനാൻഷ്യൽ മെൽഡൗൺ ഉണ്ടാകുന്ന സമയത്ത്, ഫൈനാൻസ് എല്ലാം ക്രാഷ് ആകുന്ന സമയത്ത്, അമേരിക്കയിൽ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് പൂർ എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് ചെയ്ത ഡോക്യുമെൻ്ററിയിൽ അവർ പറയുന്നുണ്ട്. ആ സമയത്ത് അവരവിടെ സൂപ്പ് കിച്ചണുകൾ തുടങ്ങി ഈ അമേരിക്കയിൽ. അപ്പോൾ അന്ന് മുൻപ് പണക്കാരായി ഇരുന്ന ആളുകൾ വരെ എന്തെങ്കിലും പത്രം വായിക്കാനാണെന്നോ അല്ലെങ്കിൽ സൊറ പറയാനാണെന്നൊക്കെ വന്നിരുന്ന് ആളുകൾ കാണാതെ വന്ന് ഈ സൂപ്പ് കഴിച്ചിട്ട് പോകുമായിരുന്നു പറയും. എന്ന് വെച്ചാൽ അന്ന് സിസ്റ്റേഴ്സ് അവിടെ ചെയ്ത് ഇതാ, ഓരോ രാജ്യത്തിൻ്റെയും ആവശ്യമനുസരിച്ച്. ഇനി ആഫ്രിക്ക എടുക്കുക, ഇതേ സിസ്റ്റേഴ്സും അച്ഛന്മാരും
അവിടെ മനുഷ്യരെ വരെ കൊന്നു തിന്നുന്ന സ്ഥലങ്ങളിലൂടെ പോയച്ചിട്ട് ഈ സിസ്റ്റർമാരും അച്ഛന്മാരും അവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഈ ഇന്ത്യയുടെ ഉൾനാടുകളിലല്ല ഇവരിത് ചെയ്യുന്നത്. ഈ ലോകമാസകലമുള്ള എല്ലാ സ്ഥലങ്ങളിലൂടെയും ഇവർ പോകുന്നുണ്ട്. അവിടെ എല്ലാം ഇതുപോലെ മിഷൻ പ്രവർത്തനം നടത്തുന്നുണ്ട്. ബൈബിളിൽ പറയുന്നുണ്ട്, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചോ, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ ഒന്ന് കണ്ടോ, എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എനിക്ക് വെള്ളം തന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആ ദർശനമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ആ ദർശനം മനസ്സിലാക്കാൻ ചില സംസ്കാര രീതികളിൽ ജീവിച്ചു വന്ന ആളുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു പക്ഷേ ഇപ്പോൾ ഇവിടെ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ തടഞ്ഞു വെച്ചു, ജയിലിൽ അടച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇന്ത്യയിൽ പല സ്ഥലത്തും മിഷണറിമാരെ കൊന്ന സ്ഥലങ്ങളുണ്ട്, കൊന്നു കളഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം സഭ വീണ്ടും പോയിട്ടുണ്ട്, അച്ഛന്മാർ വീണ്ടും പോയിട്ടുണ്ട്. അവിടെയെല്ലാം പോയിട്ട് ഇതേപോലെ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് അവിടെയെല്ലാം പോയിട്ട് അവരെ ആരെയും എവിടെയെങ്കിലും പോയിട്ട് വിപ്ലവം നടത്താനോ ആരെയും തല്ലിക്കൊല്ലാനോ അല്ല പഠിപ്പിച്ചേക്കുന്നത്. അവിടെ എല്ലാം പോയിട്ട് അവർക്ക് സ്കൂൾ കൊടുത്തു, അവർക്ക് ആരോഗ്യപരമായ ഇത് കൊടുത്തു, അവർക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഇത് കൊടുത്തു. അങ്ങനെയൊക്കെ തന്നെയാണ് സഭ അവിടെ എല്ലാം ചെയ്തേക്കുന്നത്. ഏറ്റവും നിസ്സാരം നോക്കുക, നോർത്ത് ഈസ്റ്റിലെ അവസ്ഥ നോക്കുക. നോർത്ത് ഈസ്റ്റിൻ്റെ ചരിത്രം അറിയുന്നവർക്കറിയാം, ഹെഡ് ഹണ്ടേഴ്സ് തല കൊയ്തുകൊണ്ട് പോകുന്ന രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ നോർത്ത് ഈസ്റ്റിൻ്റെ അവസ്ഥ ഇന്ന് എന്താ? ഇന്ത്യയിലെ ഏറ്റവും വികസിച്ച പ്രദേശങ്ങളിൽ ഒന്നാണ്. അവിടെയുള്ള ആളുകൾ ഇന്ന് വിദേശങ്ങളിൽ വരെ പോയി ജോലി ചെയ്യുന്നു. ഇംഗ്ലീഷ് എന്ന ഭാഷ ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായിട്ട് അവർ സംസാരിക്കുന്നു. മിഷണറിമാർ ചെയ്താണ് ഇതെല്ലാം. ഇത് ഈ മിഷണറിമാർ അവിടെ പോയില്ല, അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഭാഗം പോലും ആയിരിക്കും എന്നുള്ളത് സംശയകരമാണ്. അതുപോലത്തെ അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറ്റം പറയുന്നവർ മനസ്സിലാക്കേണ്ടത് സിസ്റ്റേഴ്സും അച്ഛന്മാരും ഈ നോക്കുക, ലോകത്തിൽ എത്രയോ കുറഞ്ഞ ജനസംഖ്യയാണ് ഇവരുടേതുള്ളത്, സിസ്റ്റേഴ്സിൻ്റെത് അച്ഛന്മാരുടെ എത്ര കുറഞ്ഞ ജനസംഖ്യയുള്ളത്. ആ മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തി ഈ ലോകത്തിൽ എത്രയോ ശക്തിയും സമ്പത്തും അധികാരവും എല്ലാം ഉള്ള ഏത് മനുഷ്യനാണ്, ഏത് രാജ്യത്തിനാണ് ചെയ്യാൻ കഴിയുന്നത്? ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിലാണ്. അതെല്ലാം ആ ആളുകളിൽ ക്രിസ്തുവിനെ കാണുന്നു എന്നുള്ളത്. ഇനി മുസ്ലിംസിൻ്റെ ഇടയിൽ ഇറങ്ങിച്ചെല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നവരുണ്ട്. മുസ്ലിംസ്, ഈ പ്രദേശങ്ങളിലുള്ള മുസ്ലിംസ് എല്ലാം അവർക്കൊരു ഗ്രേഡിൽ ജീവിക്കുന്നവരാണ്. അവരെല്ലാം കടന്നാണ് ജീവിക്കുന്നത്. ഈ മനുഷ്യരുടെ അവസ്ഥ കാണണം എന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് തന്നെ കാണുകയാണ് വേണ്ടത്. അതുപോലെ കാട്ടുവാസികളെ പോലെ അത്രയും താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആ മനുഷ്യരുടെ ഇടയിലാണ് ഇവർ ചെല്ലുന്നത്. ഇനി നമ്മൾ മിഷണറിമാർ എത്രയോ സ്ഥാപനങ്ങൾ നടത്തുന്നു. അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ മുസ്ലിം ഇവിടെ കയറരുത്, ഹിന്ദുവും അല്ലെ താഴ്ന്ന ജാതി ഇവർ മാത്രമേ കയറാവുള്ളൂ, ഞങ്ങൾക്ക് ഇവരെ മതപരിവർത്തനം നടത്താനുള്ളതാണ് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ ആശുപത്രികളും, എല്ലാ ആതുര സേവനങ്ങളും എല്ലായിടത്തും ഏത് മനുഷ്യനും കടന്നു ചെല്ലാം. ഒരു മനുഷ്യനെയും അവിടെ ഒന്നും വിലക്കുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനം. പിന്നെ ഒരു ആരോപണം കൂടെയുണ്ട്, ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് മതപരിവർത്തനം നടത്തി, അങ്ങനെയാണ് സഭയുടെ ചരിത്രത്തെക്കുറിച്ച് ഒരു അല്പജ്ഞാനമുള്ള ആളുകൾക്ക് പോലും മനസ്സിലാകും ആംഗ്ലിക്കൻ സഭയും കാത്തോലിക് സഭയും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളത്, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ബന്ധമില്ല എന്നുള്ളത്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് തടസ്സം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ അവർ പ്രത്യേകിച്ച് ഇവിടെ കത്തോലിക്ക സഭയെ വളർത്താൻ അവർ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അത് ഒരല്പമെങ്കിലും ഹിസ്റ്ററി അറിയുന്നവർക്ക് അറിയാവുന്നതാണ്. ഇപ്പോഴും പലരും വലിയ അറിവുണ്ടെന്ന് പറയുന്ന ആളുകൾ വരെ ആ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് മതപരിവർത്തനത്തിന് എല്ലാ സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളത്. പക്ഷേ ചരിത്രം അറിയുന്നതിനറിയാം അതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. പലപ്പോഴും ഇപ്പം ഈ നാരായൺപൂരിലെ ഈ സംഭവം പോലും നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി പറഞ്ഞു വെക്കാൻ നമുക്ക് കഴിയുന്നത്, ഗാന്ധിജിയെ ഇപ്പം ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ആ ഒരു ദർശനത്തിലൂടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന അതേ മനസ്ഥിതി ഇന്നും രാജ്യത്തിന്റെ പല ഭാഗത്തും നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയൂ. ഓക്കെ, അത് കറക്റ്റാണ് റോബിൻ. നമുക്കറിയാം ക്രിസ്തു ക്രൈസ്തവർക്ക് കൊടുത്ത ആത്യന്തികമായിട്ടുള്ളൊരു മിഷൻ എന്ന് പറയുന്നത് സുവിശേഷ പ്രഘോഷണമാണ്. അതായത് ക്രിസ്തുവിനെ കൊടുക്കുക. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നത് അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ ചോയ്സാണ്. അത് അടിച്ചേൽപ്പിക്കത്തില്ല, ഒരു കാരണവശാലും അത് അടിച്ചേൽപ്പിക്കത്തില്ല. അത് സ്വയം ക്രിസ്തുവിനെ അറിഞ്ഞ് സ്വയം ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറുന്നു, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. ആ ഒരു കാര്യം മാത്രമാണ് ക്രൈസ്തവ മിഷണറിമാർ അവലംബിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇവരുടെയൊക്കെ ഈ പേടിപ്പിക്കുന്നവരുടെയൊക്കെ ഒരു വിചാരമുണ്ട്. അതായത് ഈ പേടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ പെട്ടിയും തൂക്കി തിരിച്ച് നാട്ടിലേക്ക് പോകും എന്നൊരു വിചാരം. നമുക്കറിയാം കണ്ടമാലിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. വളരെ വലിയ രീതിയിലുള്ള ക്രൈസ്തവ പീഡനം അവിടെ നടന്നിട്ട്
ക്രിസ്ത്യാനിറ്റി അവിടെ തഴച്ച് വളരുകയാണ്. അത് നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നതല്ല. സ്വയം ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ദൈവവിളികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. എവിടെയൊക്കെ പീഡനങ്ങൾ, ഇത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു ഭാഗമാണെന്നേ. അതായത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവർക്ക് എന്നും പീഡനങ്ങൾ നേരിടേണ്ടി വരും. ആ പീഡനങ്ങളിൽ എന്നും ആഹ്ലാദിച്ചിട്ടുള്ളവരാണ് ക്രൈസ്തവർ. ആ പീഡനങ്ങളിൽ ഒരു കാരണവശാലും തളരത്തില്ല. എവിടെയൊക്കെ പീഡനങ്ങളുണ്ടോ അതിൻ്റെ പ്രധാനമായിട്ടൊരു ലക്ഷണം എന്ന് പറയുന്നത് അവിടെയൊക്കെ ഭാവിയിൽ ക്രൈസ്തവ വിശ്വാസം താഴ്ച വളരും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് റോബിൻ. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ഒഡീഷയിലെ ചില പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഉള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഒരു വൈദികരുടെ കൂടെ സഞ്ചരിക്കാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. നമുക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ചില കാഴ്ചകൾ ഈ വൈദികർ, ഇപ്പോൾ റോബിൻ സൂചിപ്പിച്ചതുപോലെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ പാവപ്പെട്ടവരുടെ അടുത്തേക്കൊക്കെ ഇവർ കടന്നു വരുമ്പോൾ ഇവരെ കാണുന്നത് നമുക്കൊരു ആലങ്കാരികമായിട്ട് പറയാൻ സാധിക്കും, ദൈവങ്ങളെ പോലെയാണ് കാണുന്നത്. ഇവരുടെ മനസ്സിലുള്ള, ഇവരുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ടെൻഷൻസും ഒക്കെ പോകും. അവരൊക്കെ ജീവിക്കുന്നത് എന്താണ്, ഒരു എന്താ പറയുക, ഒരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത മേഖലകൾ, ഈ ഓല കൊണ്ട് മേഞ്ഞ സ്ഥലങ്ങൾ, ചിലപ്പോൾ ഒരു മുറിയിൽ തന്നെ ആയിരിക്കും 3, 4, 5 പേരും താമസിക്കുന്നത്. ആ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഈ വൈദികരെ കാണുമ്പോൾ, ഈ സന്യസ്തരെ കാണുമ്പോൾ ഇവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആനന്ദം, അതൊരു കൃത്രിമമായി ഉണ്ടാകുന്ന ഒരു ആനന്ദമല്ല. ഇവർക്ക് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഈ വൈദികർ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ഭൗതികമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ വികസനത്തിന് വേണ്ടിയിട്ട്, പുരോഗതിക്കൊക്കെ വേണ്ടിയിട്ട് ഇവരെടുക്കുന്ന ഒരു ത്യാഗം ഇവർ നേരിട്ട് കാണുന്നുണ്ട്. ചില പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ ചില ഇടങ്ങളിലൊക്കെ ആ വനപ്രദേശത്തോടെയൊക്കെ ഒന്ന് സഞ്ചരിക്കുവാനുള്ള വഴിയൊക്കെ ഒരുക്കി കൊടുത്തത്, അതിന് നിർമ്മാണത്തിനൊക്കെ തുടക്കം കുറിച്ചത് വൈദികരാണ്. അതിനു മുമ്പൊക്കെ ആണെങ്കിൽ ഈ ദൂര പ്രദേശങ്ങളിലൊക്കെ ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊട്ടടുത്ത് ഹോസ്പിറ്റലില്ല എങ്കിൽ പോലും പറയാവുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കേണ്ട ഒരു ഇടത്തേക്ക് ഇവരെയൊക്കെ എത്തിക്കുന്നത് എന്ന് പറയുന്നത് വളരെ ദുർഘടം പിടിച്ച, വളരെ പ്രയാസം നിറഞ്ഞ കാര്യമാണ്. ആ സ്ഥാനത്തൊക്കെ ഇവർ വനത്തിലൂടെ വഴിവെട്ടുന്നു. ഇത് ഇവരുടെ ഈ അച്ഛന്മാരുടെയും സന്യസ്തരുടെയും പേഴ്സണലായിട്ടൊരു ഗെയിനിന് വേണ്ടിയിട്ടല്ല, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ മാതൃകാപരമായിട്ടുള്ള ജീവിതം, ഈ സാക്ഷ്യം നിറഞ്ഞ ജീവിതം കണ്ടുകൊണ്ടാണ് പലപ്പോഴും പലരും സ്വയമേവ ക്രിസ്തു വിശ്വാസം പുലുകുന്നത്. അതല്ലാതെ അടിച്ചേൽപ്പിച്ചു കൊണ്ടല്ല. നമ്മൾ പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേജ് കെട്ടി സുവിശേഷം പ്രഘോഷിക്കുന്നത് മാത്രമല്ലല്ലോ. നമ്മുടെ പ്രവർത്തികളിലൂടെ, നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികളിലൂടെയാണ് പലർക്കും ക്രിസ്തുവിനെ കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, ഈ സന്യസ്തരെ കാണുമ്പോൾ, പുരോഹിതരെ കാണുമ്പോൾ ഹാലിളകുന്നത് ഈ സാധാരണക്കാർക്കല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ തീവ്ര ആശയങ്ങൾ തലയ്ക്ക് പിടിച്ചവരാണ്. ഒരു 100 പേരുണ്ടെങ്കിൽ അതിൽ 5 പേർക്ക് മാത്രമാണ് ഈ ഹാലിളകുന്നത്. ഈ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവർ എന്നും ഇവരെ കാണുന്നത് ദൈവങ്ങളെ പോലെയാണ്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ്. ഇവർക്ക് മിണ്ടാൻ പറ്റാത്തത് ഈ വായിട്ടലയ്ക്കാൻ ശക്തിയുള്ളവരുടെ ആ ഒരു പവർ, നമുക്കറിയാം ചില സംഘബലം എന്നൊക്കെ പറയുമല്ലോ, അത് ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ഈ പാവപ്പെട്ടവർക്ക് മിണ്ടാൻ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് ഈ നമ്മൾ ഒരു എന്താ പറയുക, ഒരു ആത്മാർത്ഥമായിട്ടൊരു സർവേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ അച്ഛന്മാരെയും സന്യസ്തരെയും ഒക്കെ സ്നേഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ അടിച്ചമർത്തുന്നത് ഈ പറയുന്ന തീവ്രശക്തികളാണ്. അവരുടെ 2 പ്രധാനപ്പെട്ട അജണ്ട ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു റോബിൻ. ഒന്ന് ഈ മതപരമായിട്ടുള്ള അജണ്ട, റോബിൻ സൂചിപ്പിച്ചത് ഈ മതപരിവർത്തനം എന്നൊക്കെ ആരോപിച്ചുകൊണ്ടുള്ള ഒരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ അടിച്ചമർത്തപ്പെട്ടവർ എല്ലാ കാലത്തും അടിച്ചമർത്തപ്പെട്ട് തങ്ങളുടെ അടിമകളായി കഴിയണം എന്ന ഒരു മുൻവിധി ഈ കൂട്ടർക്കുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് സിസ്റ്റർ റാണിമരിയുടെ കേസിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം. അങ്ങനെ ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു അജണ്ട കൂടിയുണ്ട്. ഈ പാവപ്പെട്ടവർ അടിമകളെ പോലെ എല്ലാ കാലവും നൂറ്റാണ്ടുകളോളം ഇങ്ങനെ തന്നെ കഴിയണം. പക്ഷേ ക്രൈസ്തവ മിഷണറിമാർ വന്നപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു, അവർക്ക് അറിവ് കൊടുത്തു, അവർക്ക് ജ്ഞാനം കൊടുത്തു, അവർ ലോകത്തെക്കുറിച്ചുള്ള അറിവ് കൊടുത്തു, അവർക്ക് ഭൗതികമായിട്ട് നന്മകൾ ചെയ്തു. അപ്പോൾ അവർ ഉയർന്നു വരുന്നത് ചിലർക്ക് അത്രയ്ക്ക് അങ്ങ് ദഹിക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇവരൊന്നും മനസ്സിലാക്കാതെ പോകുന്നത്, റോമിൻ്റെ തെരുവീതികളിൽ പന്തം പോലെ കത്തിച്ച് നിർത്തിയിട്ട് അതിൽ നോക്കി വളർന്ന ഒരു ചരിത്രമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളത് എന്നാണ്. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർ, ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വീഡിയോ അവിടെ നിന്ന് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഒരു നേതാവ്, ഒരു സ്ത്രീ ആ സിസ്റ്റേഴ്സിനൊക്കെ ആക്രോശിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി അപ്പോൾ സിസ്റ്റർ മിണ്ടാതിരിക്കുമ്പം എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ രീതി ഏതോ കുറ്റസമ്മതം ചെയ്ത പോലെ അങ്ങനെ നിൽക്കുന്ന രീതി, അത് അവിടെയാണ് ഇവർക്ക് തെറ്റിപ്പോകുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ സിസ്റ്റർ അവിടെ അങ്ങനെ നിൽക്കുന്നത്, ആ സിസ്റ്ററിൻ്റെ ദർശനം എന്ന് പറയുന്നത് മരിച്ച് ഉയർത്ത് തിരിച്ചു വന്ന് ഞാൻ മരിച്ച് ഉയർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ദൈവത്തെ
പ്രതിനിധാനം ചെയ്യുന്ന ഒരു സിസ്റ്ററാണത്. സിസ്റ്ററിന്റെ കാഴ്ചപ്പാട് അതാണ്. അല്ലാതെ ഇവിടെ നിന്ന് കുറച്ചെണ്ണത്തിനെ അതിലേയും കടത്തി ഇവിടെയും കടത്തി കുറച്ചെണ്ണത്തിനെ ഇങ്ങോട്ട് കൺവേർട്ടും ചെയ്ത് അവിടെ എന്തെങ്കിലും മതരാജ്യം പിടിച്ചെടുക്കാനോ രാജ്യം ഇത് ആരോപണം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. ഞങ്ങൾക്ക് ആരുടെയും രാഷ്ട്രീയം വേണ്ട, ആരുടെയും മതം വേണ്ട, ആരുടെയും രാജ്യമോ ഒന്നും വേണ്ട, ഒരു പ്രോപ്പർട്ടി പോലും വേണ്ട, ഒരു നയ പൈസ പോലും വേണ്ട. ഇതെല്ലാം ചെയ്യുന്നത് ക്രിസ്തുവിന് വേണ്ടി മാത്രമാണ്, ആ ദർശനത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, ആ ദർശനം മനസ്സിലാക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ക്രിസ്തുവിനെ വെറുക്കാൻ കഴിയുക? ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാരെങ്കിലും നിങ്ങളുടെ മുതുകത്ത് വന്നിരുന്ന് എന്തെങ്കിലും ബോംബ് പൊട്ടിക്കാൻ പോകുന്നുണ്ടോ? ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും സ്നേഹിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു നയ പൈസ പോലും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഒഡീഷയിലേക്ക് പോയ ഒരു യാത്രയുടെ ചില സ്മരണകൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇവരെയൊക്കെ പുറം ലോകത്തു നിന്ന് കാണാൻ വരുന്നത് ഈ അച്ഛന്മാരും വൈദികരുമാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു യാത്ര വനത്തിൻ്റെ ഉള്ളിൽ കൂടെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യണം. അത് യാത്ര എന്ന് പറയുന്നത് ടാറിട്ട റോഡൊന്നുമല്ല, ജീപ്പിലാണ് യാത്ര ചെയ്യുന്നത്. ഒരു കല്ലിൽ നിന്നും അപ്പുറത്തെ കല്ലിലേക്ക് ഇങ്ങനെ ജീപ്പ് ഇങ്ങനെ ചാടി ചാടി വളരെ റിസ്ക് പിടിച്ച യാത്രയാണ്. പക്ഷേ വണ്ടി ഓടിക്കുന്നത് അച്ഛനാണ്. അച്ഛന് ടെൻഷനൊന്നുമില്ല. നമ്മൾ വിചാരിക്കും ഇത്രയും റിസ്ക് പിടിച്ച യാത്ര അച്ഛൻ കാണാൻ പോകുന്നത് നൂറുകണക്കിന് ആൾക്കാരെ ആയിരിക്കും എന്നൊരു ധാരണയായിരിക്കും നമ്മുടെ മനസ്സിൽ. അവിടെ ചെല്ലുമ്പോൾ 1 or 2 വീടുകൾ, ആ വീട്ടിൽ 2 or 3 പേർ, ഇവരെ ഒന്ന് കാണുക, ഇവരുടെ സുഖാന്വേഷണങ്ങൾ നടത്തുക, അത് തന്നെ മതി. അതാണ് ഏറ്റവും വലിയൊരു സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. പലരും അവിടെയുള്ളവർ പങ്കുവെക്കാറുണ്ട്, ഇവരെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് വോട്ട് വയ്ക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നത്. ബാക്കി എല്ലാ സമയത്തും ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, ഇവരുടെ ആരോഗ്യം അന്വേഷിക്കുക, ഇവർക്ക് നേരെപാട് ഭക്ഷണം ലഭിക്കുന്നുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നതൊക്കെ ഈ അച്ഛന്മാർ. അവർ അവിടെ മരിച്ചു കിടന്നാൽ പോലും വേറെ ആരും അന്വേഷിക്കാൻ വരത്തില്ല. ഈ അച്ഛന്മാരും സന്യസ്തരും മാത്രമേ. മാത്രമല്ല, ഞാൻ ഓർക്കുകയാണ്, ഇവരൊക്കെ എടുക്കുന്ന ഒരു ത്യാഗം എന്ന് പറയുന്നത്, ഇവരൊക്കെ ആരോപിക്കുന്നത് എന്തെങ്കിലും ഒരു സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ പുറത്തായിക്കോട്ടെ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുടെ പുറത്താണ് ഇവർ ഇത്തരത്തിലുള്ളൊരു ഇനീഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഇവർക്ക് അങ്ങനെ ഇത്രത്തോളം ത്യാഗം എടുക്കാൻ പറ്റത്തില്ല. അത്രമാത്രം ത്യാഗങ്ങളാണ്. ചിലപ്പോൾ കിലോമീറ്ററുകളോളം കാൽനടയായിട്ട് നടന്നിട്ട് വേണം ഒരു സ്ഥലത്തേക്ക് എത്താൻ. എന്തുമാത്രം ത്യാഗങ്ങൾ. ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള പ്രകൃതിയുടെ പ്രതിസന്ധികൾ, വെയിൽ, മഴ, അതിനെല്ലാം തൃണവൽക്കരിച്ചാണ് ഈ പാവപ്പെട്ടവരെ കാണാൻ വേണ്ടി ഇവർ പോകുന്നത്. അവിടെ കൊടുക്കുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലുള്ള ഒരു ആനന്ദമാണ്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതായത് തങ്ങൾക്ക് ചിലർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അത് മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന, നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചില ചുരുക്കെന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു കാര്യം കൂടിയുണ്ട് റോബിൻ. ഇതിൻ്റെ അകത്ത് ഇപ്പം ഛത്തീസ്ഗഡിലെ ഇഷ്യൂവിൽ തന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ പല ഇഷ്യൂസും നമ്മൾ ആഴത്തിൽ പഠിച്ചു കഴിയുമ്പോൾ ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പലപ്പോഴും ഈ ആൾക്കൂട്ടത്തിൻ്റെ ആരവത്തിനൊപ്പം നീങ്ങുന്ന ഒരു കാഴ്ച. ഇവിടെ തന്നെയാണെങ്കിൽ റോബിൻ പറഞ്ഞതുപോലെ ഈ ബജറംഗ് ദൾ പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ അവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ മേലുണ്ടായിരുന്നു, പോലീസിന് മേലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെയെങ്കിലും സ്ഥിതി ശാന്തമാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ബജറംഗ് ദൾ ഉദ്യോഗസ്ഥർ, നമുക്കറിയാം, റോബിൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിനെ ക്രൂശിക്കൂ എന്ന് പറയുന്ന പോലെ അവരെ ക്രൂശിക്കൂ എന്ന ആരവത്തിൽ ഇവർ ആ ഒരു സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് കേസെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി ആവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഈ പറയുന്നത് പോലെ ഭരണകൂടങ്ങളുടെ കുറ്റകരമായിട്ടുള്ളൊരു നിശബ്ദതയുണ്ട്. നമുക്കറിയാം, ഈ നിർബന്ധിത മതപരിവർത്തനത്തിനൊക്കെ അതിനെതിരെയൊക്കെ നിയമങ്ങൾ പാസ്സാക്കുന്ന പല സംസ്ഥാനങ്ങളും എന്തുകൊണ്ട് ഈ ആൾക്കൂട്ട വിചാരണയ്ക്കെതിരെ ഒരു നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഈ നിർബന്ധിത മതപരിവർത്തനം, അതിനെതിരെ നിയമങ്ങൾ പാസ്സാക്കും. നമുക്കറിയാം, സംഘടിതമായിട്ട് മതപരിവർത്തനം നടത്തുന്ന പല ഗ്രൂപ്പുകളുണ്ട്. നമുക്കറിയാം, നമുക്ക് ഈ ഇസ്ലാമിസ്റ്റ് ശക്തികൾ, തീവ്ര ഇസ്ലാമിസ്റ്റ് ശക്തികൾ, ജിഹാദിൻ്റെ ഒക്കെ പുറത്ത് നടത്തുന്ന മതപരിവർത്തനം, അത് തീർച്ചയായിട്ടും തടയപ്പെടണം. പക്ഷേ അത് വ്യാപകമായിട്ട് ദുരുപയോഗിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിലുള്ള നിയമങ്ങൾ ഒരു പരിധിവരെ നമ്മൾ ഈ പറയുന്നത് പോലെ എന്താ പറയുക, ഈ പ്രണയക്കണിയുടെ പുറത്ത് അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടത്തുന്ന മതപരിവർത്തനങ്ങൾ തീർച്ചയായിട്ടും തടയപ്പെടണം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കാണിക്കുന്ന ശുഷ്കാന്തി എന്തുകൊണ്ട് ഈ ആൾക്കൂട്ട വിചാരണയ്ക്കൊരു അറുതിയിടാൻ ഇത്തരം സംസ്ഥാനങ്ങൾ കാണിക്കുന്നില്ല എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇനി മറ്റൊരു തലത്തിലേക്ക് നമ്മുടെ ഒരു ഡിസ്കഷൻ കൊണ്ടുപോകാൻ തോന്നുന്നു റോബിൻ. അതായത് ഈ ഛത്തീസ്ഗഡിലെ ഇഷ്യൂ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ വലിയ രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ടു, എംപിമാർ ഇടപെട്ടു. വളരെ നല്ല കാര്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വളരെ നല്ല കാര്യം. കൃത്യമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു, പാർലമെൻറ്റിൽ നോട്ടീസ് വഹിക്കുന്നു, പാർലമെൻറ്റിന് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. പക്ഷെ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കൗതുകരമായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ഒരു ആവേശം
അല്ലെങ്കിൽ ഈ ക്രൈസ്തവ പ്രേമം, അത് മാധ്യമങ്ങളുടെ കേസും ആയിക്കോട്ടെ കേട്ടോ, ഇത്രയും മനോഹരമായിട്ട് ക്രിസ്ത്യാനിയുടെ ഒരു വിഷയം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഛത്തീസ്ഗഡിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നു, വൈദികരുടെ ബൈറ്റ് എടുക്കുന്നു, പിതാക്കന്മാരുടെ ബൈറ്റ് എടുക്കുന്നു. വളരെ നല്ല കാര്യം. തീർച്ചയായിട്ടും ആ നീതിക്കും ന്യായത്തിനും ഒപ്പം മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും നിൽക്കണം. പക്ഷെ നമുക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യമുണ്ട്, ഒരു ഇരട്ടത്താപ്പ് അല്ലേ. ഈ ഒരു ക്രൈസ്തവ പ്രേമം, ഈ ഒരു പ്രസ്താവനയിലെ ഒരു ആവേശം എല്ലാ സമയത്തും എല്ലാ സാഹചര്യത്തിലും കാണണം. പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രതിരോധത്തിലാകുന്ന ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു വേട്ടക്കാരൻ്റെ രൂപത്തിൽ ക്രൈസ്തവരുടെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായം ഒരു ഇരയുടെ രൂപത്തിൽ നിൽക്കുമ്പോൾ ഈ കൂട്ടർ വല്ലാതങ്ങ് മൗനം ഭാവിക്കും. അന്നേരം ഇവിടെ മതസ്പർദ്ധയായി അല്ലെങ്കിൽ സമൂഹത്തിൽ വിദ്വേഷം വരും എന്നതിൻ്റെയൊക്കെ പേരിൽ ചിലർ മൗനം ഭജിക്കുന്നത്, അത് കൃത്യമായിട്ടുള്ള ഇരട്ടത്താപ്പ് കൂടിയല്ലേ? അത് നമ്മൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്കൂളിൽ അവിടുത്തെ വിശുദ്ധയുടെ ചിത്രം മാറ്റണം എന്ന് പറഞ്ഞ് ഒരു സ്കൂളിലെ സിസ്റ്ററെ മാനേജ്മെന്റിനെ തടഞ്ഞു വെച്ചതും ഈ സിസ്റ്റർമാരെ അവിടെ തടഞ്ഞു വെച്ചതും തമ്മിലുള്ള സാമ്യം എത്രത്തോളം ഉണ്ട് എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, മാധ്യമങ്ങൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ഇവിടെ തടഞ്ഞു വെക്കലുകൾ നടക്കുന്നുണ്ട്. എത്രയോ സ്കൂളുകളിൽ എത്രയോ അടിസ്ഥാനരഹിതമായി ആരോപണങ്ങൾ ഉന്നയിച്ച് സ്കൂളുകളിലേക്ക് മാർച്ചുകൾ നടത്തുക, സ്കൂള് അടിച്ചു പൊട്ടിക്കുക, കോളേജ് അടിച്ചു പൊട്ടിക്കുക എന്ന് വെച്ചാൽ ഓർക്കുക, ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും ഈ മിഷണറിമാർ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ സംസ്ഥാനത്ത് പോലും ഇങ്ങനെ ഇതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലെ സിസ്റ്റേഴ്സിനെ, അച്ഛന്മാരെ ഇതുപോലെ തടഞ്ഞു വെച്ച് അപമാനിക്കുകയും ചെയ്യുന്നതും ഈ നാരായൺപൂരിൽ സംഭവിച്ച ഈ തടഞ്ഞു വെക്കലും നമ്മൾ എത്രത്തോളം സാമ്യമുണ്ട് എന്നുള്ളത് ഈ രാഷ്ട്രീയ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് കൂടി നല്ലതാണ്. കാരണം ചില സ്ഥലങ്ങളിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചില സ്ഥലങ്ങളിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോവുകയും അത് സാധാരണ നോർമലായി മാറുകയും ചെയ്യുന്ന അവസ്ഥ എത്രത്തോളം അത് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് നല്ലതാണ്. ഇങ്ങനെ സെക്ടേറിയനായിട്ട് പ്രതികരിക്കുന്നത് എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഈ ഇന്നിപ്പോൾ തന്നെ സിസ്റ്റർ ജോസിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിക്ക് ഒരു മറുപടിയായിട്ട്. നമ്മളീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സിസ്റ്ററും പറയുന്നത്. അതിൻ്റെ അകത്തൊരു പ്രസക്തമായിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ അവിടെ ഛത്തീസ്ഗഡിൽ സന്യസ്തർക്ക് നേരെ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ CPM പ്രതികരിക്കുന്നു, മന്ത്രി പ്രതികരിക്കുന്നു, നല്ല കാര്യം. പക്ഷേ ഇതേ മന്ത്രി തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ കക്കുകളി എന്നൊരു നാടകം നടന്നിരുന്നു. സന്യസ്തരെ അതിക്രൂരമായിട്ട് അവഹേളിക്കുന്ന, അധിക്ഷേപിക്കുന്ന ഒരു നാടകം. ആ നാടകം കളിച്ച ആ ഒരു സമയത്ത് ഇവരുടെയൊക്കെ ഒരു നിലപാട് എന്തായിരുന്നു എന്നൊരു ചോദ്യം കൂടി സിസ്റ്റർ ചോദിക്കുന്നുണ്ട്. അതേ ചോദ്യം തന്നെയാണ്. നമുക്കറിയാം, പൂഞ്ഞാർ ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടു. അന്നേരം ഈ മാധ്യമങ്ങൾ എവിടെയായിരുന്നു? ഈ രാഷ്ട്രീയക്കാർ എവിടെയായിരുന്നു? അവരുടെ സ്റ്റാൻഡ് എവിടെയായിരുന്നു? 80-20 വിഷയമുണ്ടായപ്പോൾ എവിടെയായിരുന്നു? അമൽജ്യോതി വിഷയമുണ്ടായപ്പോൾ എവിടെയായിരുന്നു? മോറ്റുഴ നിർമ്മല കോളേജിൽ നിസ്കാര സമര വിവാദം ഉണ്ടായപ്പോൾ എവിടെയായിരുന്നു? അതിനുശേഷം ഈ പൈങ്ങൂട്ടർ സ്കൂളിൽ നിസ്കാര സമര വിവാദം ഉണ്ടായപ്പോൾ എവിടെയായിരുന്നു? ഒപ്പം തന്നെ നമുക്ക് ഈശോ സിനിമ വിവാദം ഉണ്ടായപ്പോൾ ഇവരെവിടെയായിരുന്നു? ഈ എമ്പുരാൻ എന്ന സിനിമയിലൂടെ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചപ്പോൾ ഇവരെവിടെയായിരുന്നു? ഇവിടെ പ്രണയക്കിണി, മറ്റ് പ്രശ്നങ്ങൾ, ലവ് ജിഹാദ് പോലുള്ള പ്രശ്നങ്ങൾ നടന്നപ്പോൾ എവിടെയായിരുന്നു? കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായപ്പോൾ എവിടെയായിരുന്നു? പാലാ പിതാവ് അന്ന് പറഞ്ഞ പ്രവചന സ്വഭാവത്തോടെ പറഞ്ഞ ആ ഒരു യാഥാർത്ഥ്യം, നാർക്കോട്ടിക്സ് ഭീകരതയെക്കുറിച്ച് പറഞ്ഞ യാഥാർത്ഥ്യം പാലാ പിതാവ് പറഞ്ഞപ്പോൾ പിതാവിനെതിരെ ഉറഞ്ഞ് തുള്ളിയവരാണ് ഇപ്പോൾ ക്രൈസ്തവ പ്രേമം ഒക്കെ നടിച്ചുകൊണ്ട് വരുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും ചരിത്രത്തിലേക്ക് കൂടി ഒന്ന് നോക്കിയിട്ട് വേണം ഇവരുടെ പ്രസ്താവനകളെയും ഇവരുടെ നിലപാടുകളെയും ഒക്കെ നമ്മളൊന്ന് വിലയിരുത്തേണ്ടത്, അല്ലേ? അതെ. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് റോബിൻ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തീവ്ര ശക്തികളെ, അത് ന്യൂനപക്ഷ വർഗീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശക്തികളായിക്കോട്ടെ, ഭൂരിപക്ഷ വർഗീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശക്തികളായിക്കോട്ടെ, ഒരു ശക്തികൾക്കും ഭരണകൂടങ്ങളുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ മൗന അനുവാദം ഉണ്ടാകരുത് എന്നത് വളരെ വ്യക്തമാണ്. ഈ രാജ്യത്ത് ഭയം ഇല്ലാതെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലരും പങ്കുവയ്ക്കുന്ന ഒരു ആശയമുണ്ട്. പല സന്യസ്തരും വൈദികരും ഒക്കെ അവരുടെ മതപരമായിട്ടുള്ള വസ്ത്രം പൊതുയിടങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഒഴിവാക്കാനുള്ള ഒരു ഡിസിഷനിലേക്കൊക്കെ നോർത്ത് ഇന്ത്യയിൽ പല വൈദികരും സന്യസ്തരും ഒക്കെ പോകുന്നു. അത് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ മതേതര മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അതൊരു അപമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ ഇത്തരം ശക്തികളെ നിലയ്ക്ക് നിർത്തുവാൻ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ തയ്യാറാകണം എന്നത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇരട്ടത്താപ്പ് കൂടി തിരിച്ചറിയണം. ഇത്തരം ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു അവസരമാക്കി ഉപയോഗിക്കുവാൻ
ഒരു ശക്തികളെ, ഒരു രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ അനുവദിക്കരുത്. മാത്രമല്ല അവർ ഈ ഒരു സമയത്ത് സ്വീകരിക്കുന്ന ഒരു നിലപാട്, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അവർ പിൽക്കാലങ്ങളിൽ, മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻ കാലഘട്ടങ്ങളിൽ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങളിൽ അവരെന്ത് നിലപാട് സ്വീകരിച്ചു എന്നൊരു കാര്യം കൂടി നമ്മൾ നോക്കുക. അതുകൊണ്ട് ക്രൈസ്തവ പ്രേമമൊക്കെ നല്ലതാണ്, പക്ഷേ എല്ലാ സമയത്തും എല്ലാ സാഹചര്യത്തിലും നീതിക്കൊപ്പം ന്യായത്തിനൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു പ്രേമം കാണിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒപ്പം തന്നെ മാധ്യമങ്ങളോട്.